സുജാത, സാർ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. സാർ, കല്യാണിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. എങ്കിലും പേടിക്കാനൊന്നുമില്ലെന്ന് വിശ്വസിക്കാം. ആ പൈപ്പിൽ ഇപ്പോഴും ഷോക്കുണ്ടോ? ഇല്ല സാർ. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ടേ? ഇളയച്ചൻ വന്ന് പറഞ്ഞു പോയത് എല്ലാവരും കേട്ടതല്ലേ? ശരി സാർ. സർ, ഫോൺ. അരവിന്ദ്, പറയടാ. അച്ഛാ, കല്യാണി കണ്ണൂർന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ആ, സംസാരിച്ചു. ആദ്യം തന്നെ ചോദിച്ചതേ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ. കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞച്ച. ഞങ്ങള് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങാം. ആ, എന്നാ ശരി അച്ഛാ. ഓക്കെ. താങ്ക് ഗോഡ്. എന്തൊക്കെയാ സുധേ ഞാൻ കേൾക്കുന്നത്? വയസ്സായതുകൊണ്ടാകാം, എന്റെ ഹൃദയത്തിന് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. എന്താ അച്ഛാ ഇത്? എല്ലാം കഴിഞ്ഞില്ലേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നെ? അച്ഛാ, അച്ഛന് വേദനിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ചതിച്ചതാ, എന്റെ മോളെ ചതിച്ചതാ. അതെ അച്ഛാ, ചതിക്കാനും ഉപദ്രവിക്കാനും അവിടെ ചിലരൊക്കെ ഉണ്ട്. പ്രധാനമായ വിലാസിനി മാഡം. അവർക്ക് എന്നോട് വല്ലാത്തൊരു അസൂയ. അവരോട് എന്റെ കുട്ടി എന്ത് ചെയ്തിട്ടാ ഈ വൈരാഗ്യം, പ്രതികാരമൊക്കെ? അവര് നേരത്തെ മുതൽ അങ്ങനെയാണച്ചാ. എന്തോ വലിയൊരു അപകടം വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എന്റെ മോളെ ദൈവം കാത്തുരക്ഷിച്ചു. ശിവരാമകൃഷ്ണൻ സാറായിരുന്നു ഈ ഷോക്കേറ്റ് വീഴേണ്ടിരുന്നത്. തക്ക സമയത്ത് മോള് വന്ന് ഒരു അത്യാഹിതം സ്വയം ഏറ്റുവാങ്ങി. ആ വിലാസിനി മാഡം ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാ. ഇന്നലെ രാവിലെ മുതൽ ഞാൻ അവരുടെ കണ്ണുകളിൽ ഒരു ചതി കണ്ടിരുന്നു. അതാ സാറിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയത്. ഏതായാലും കണ്ണി കൊള്ളേണ്ടത് പിരുകത്തി കൊണ്ടുവന്ന് കരുതിയാൽ മതി. ഈ ചതിയും വഞ്ചനയും പ്രതികാരവും ഒക്കെ ജീവിതവ്രതമാക്കിയവരവര്. അത് തുടരട്ടെ. എന്തായാലും അധികം താമസിയാതെ എന്റെ മോള് മറ്റൊരാളുടെ ഭാര്യയാവും. നീരജ് എന്റെ കുഞ്ഞിന്റെ കഴുത്ത് താലി കിട്ടും. നീരജ് നല്ലവനാ, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കഴുത്തിൽ താലി കെട്ടി നീ മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ടില്ലല്ലോ.
എന്താ നീ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ. മക്കളെ കല്യാണം കഴിച്ചു വിട്ടാ ഏതൊരച്ഛൻ്റെയും മനസ്സിലൊരു അങ്കലാപ്പുണ്ടാവും. എന്നാൽ എനിക്കതില്ല. എൻ്റെ മോളെ എനിക്കറിയാം. സ്നേഹം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ കഴിയുന്നവളാ നീ. അച്ഛൻ്റെ നിരന്തരമായ പ്രാർത്ഥനകൾ വൈകാതെ സബലീകരിക്കും. അമ്മയുടെ തണലും തലോടലും എന്നും നിനക്കുണ്ടാകും. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും എന്തോ മനസ്സിനൊരു അസ്വസ്ഥത. ആ, നീ കഴിച്ചിട്ട് കിടന്നോ? അച്ഛൻ കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ട, മോള് കഴിച്ചോ. ദേ വിലാസിനി ആൻറ്റി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അയ്യോ ഗംഗി, നീ റൂമിലുണ്ടായിരുന്നോ? ഞാൻ പുറത്തൊക്കെ നോക്കി. അല്ല, ആരാ ഫോൺ ചെയ്തേ? അച്ഛനാ. ആ ആ ദേ, അഖിലേച്ചിയുടെ ആടെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് ശിവരാമേട്ടൻ പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അഖിലേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഏത് നിമിഷം ഇവിടെ എത്തും. ഉടൻ വരൂ. നിനക്കെന്താ ഒരു സംശയം പോലെ? ഓൺ ദ വേ ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതെ, തീർത്ഥാടനം കഴിഞ്ഞുള്ള വരവാ. ശാന്തമായ മനസ്സോടെയാവും വന്ന് കേറുന്നത്. ആ ശാന്തത നിലനിർത്തേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് നല്ലൊരു സ്വീകരണം ഒരുക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സ്വീകരിക്കാൻ നമ്മളല്ലേ മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത്. നീ വാ. അല്ല, ഫോൺ ചെയ്തത് ആർക്കാന്ന് നീ പറഞ്ഞേ? അച്ഛന്. എന്താ ആൻറ്റി? ഒന്നുമില്ല, നീ വാ. എനിക്ക് വയ്യ, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കൊള്ളാത്ത ഒരു കാര്യങ്ങളെ അത് തന്നെ. ആഹാ, ഇവിടെ കഥ പറച്ചിലാണോ? ദേ, അഖിലേച്ചി ഏത് നിമിഷം ഇവിടെ എത്തും. ഡൈനിങ് ടേബിളിൽ നിരത്തേണ്ടതെല്ലാം ഉടൻ റെഡിയായിരിക്കണം. ഏത് സമയം നോക്കിയാലും മൂന്നും കൂടെ കൂടി നിന്ന് കഥ പറച്ചിലാണല്ലോ. എന്തോന്നാ ഇത്ര പറയാനുള്ളത്? തിന്നുന്ന ചോറിനോട് നന്ദി കാണിക്കാത്ത വർഗങ്ങളാ. എല്ലാം റെഡിയാണ് മാഡം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന ആന്റി ചിലപ്പോ വെജിറ്റേറിയൻ ഫുഡായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അതുകൂടി കരുതിക്കോണം. ശരി മാഡം. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നല്ല എരിവും നല്ല പുളിയും പാകത്തിന് ഉപ്പും ഒക്കെ അങ്ങ് ചേരണം. എല്ലാം ഞാൻ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആന്റിക്ക് വിളമ്പാവൂ. അതിനെ നീ മെനക്കെടണ്ട. അഖിലേച്ചി വരുന്നത് വരെ അടുക്കളയിലേക്കുള്ള പ്രവേശനം തൽക്കാലം നിരോധിച്ചിരിക്കുന്നു. ആ ഗംഗെ, ചേച്ചി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഒരുങ്ങി നിൽക്കണ്ടേ? ആ പിന്നെ അത് മസ്റ്റ് അല്ലേ. സ്വീകരിക്കുന്നത് നമ്മളാവുമ്പോ ഒരുക്കത്തിന് ഒരു കുറവും പാടില്ല. ആന്റി വാ. അതെ, കഥ പറച്ചില് നിർത്തിയിട്ട് അവനവന്റെ ജോലി ചെയ്യാൻ നോക്ക്. വാ ഗംഗെ. പറഞ്ഞ കേട്ടല്ലോ. സുബണ്ണ അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം.
വാ അവിടെ നോക്കാം. സുബ്ബണ്ണോ, ദേ ആളിവിടെ ഉണ്ട്. പീതാംബരക്കുറുപ്പ് സാറല്ലേ? അതെ, ആരാ? ഇങ്ങോട്ടൊന്ന് വരിക. അതെ, സാറിനെ ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറത് മേടിക്കാൻ വന്നില്ല, അത് തരാൻ വേണ്ടി വന്നാ. ഒന്നിങ്ങോട്ട് നിക്ക. കൊള്ളാം. നീ തൃച്ചമ്പലത്തെ ഗ്രൗണ്ടിൽ കയറി കളിക്കൂടാ. അയ്യോ സാറേ, എന്നെ തല്ലരുത്. ഇത് പൂക്കളിർക്കുന്ന കയ്യാ, അതുകൊണ്ട് കൈ കൊണ്ട് തല്ലില്ല, കാലുകൊണ്ട് തരും. ഇങ്ങോട്ട് വാടാ. ഇനി എന്നെ തല്ലല്ലേ സാറന്മാരെ. എവിടോ 10 ലക്ഷം? സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആ ദാസ് തൃച്ചംബരത്തെ ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ആരാ? ആരാ നിന്റെ പിന്നില്? ഞാൻ ഇതുപോലെ അല്പസ്വല്പം തട്ടിപ്പൊക്കെ നടത്തി ജീവിക്കുന്ന ഒരാളാ സാറേ. ഇവിടെ സെക്യൂരിറ്റി പണിയുണ്ട്. കൊള്ളന് കാവലേൽപ്പിച്ചവൻ ഇതിനേക്കാളും വലിയ കള്ളനായിരിക്കില്ലടാ. സാറേ, ദാസിനെ പറ്റിക്ക് എളുപ്പമാണെന്ന് കരുതി ചെയ്തു പോയതാ. മഹാപ്പാക്കണം. ആ രൂപയിൽ ഒരു പൈസ പോലും ഞാനെടുത്ത് ചെലവാക്കിയിട്ടില്ല. പൈസ ഇടറോ? തരാം സാറേ. ഇതാ സാറേ, മുഴുവനും ഉണ്ട്. ദയവ് ചെയ്ത് എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. $10 ലക്ഷം ഉണ്ട്. ഞാനൊന്നും തൊട്ടിട്ടില്ല സാറേ. അരവിന്ദേ, രൂപ വന്നില്ലേ? വിട്ടേക്കാം. പോട്ടെ. മറ്റേത് സ്റ്റേറ്റ് അവാർഡ്, ഇത് ഓസ്കാർ അവാർഡ്. ഒരു ബോണസ് ആയിട്ട് അവിടെ കിടക്കട്ടെ കേട്ടാ. ഇപ്പോഴാ ഒന്ന് പൂർത്തിയായത്. ആ, അവർ വന്നിരുന്നു. പണം കൊണ്ടുപോയി. ആ, അത് ഞാൻ നോക്കിക്കൊള്ളാം. കള്ളനോട്ട് കാറിലുണ്ടാവുമല്ലേ? എന്തൊക്കെ കേൾക്കുന്നുണ്ട്, നോക്കാം. കാറിലോ വീട്ടിലോ എവിടെയോ ആകട്ടെ, സംഗതി കിട്ടിയാ മതി. ആ, ഓക്കെ, ശരി. ഞാനെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. പ്രേംദാസ് സർ. എന്താ മുഖത്തൊരു ടെൻഷൻ? ഒന്നുമില്ല സർ. എൻ്റെ വൈഫിൻ്റെ അമ്മയൊന്ന് വീണു, ICUവിൽ അഡ്മിറ്റാ. വിവരമൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ. ആള് തട്ടിപ്പോവോ? അറിയില്ല സർ, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ശരി, പെട്ടെന്ന് വേണം. ഒരു ചേസിങ് വേണ്ടി വന്നേക്കും. എന്താ സർ, സ്മഗ്ലിംഗ്? അതൊക്കെ മേലെ 489C അതും തൃച്ചംബരം പുത്രനാ പ്രതി. അത് സാർ, തൃച്ചംബരം ആയതുകൊണ്ട് അത് ഫേക്ക് ഇൻഫർമേഷൻ ആകാനാ സാധ്യത. തനിക്കെന്താ പ്രേംനാഥേ തൃച്ചംബരത്തിനോടൊരു മമത? മമതയൊന്നുമല്ല സർ, അത് പേരും പെരുമയുള്ളൊരു തറവാടാ, അതുകൊണ്ട് പറഞ്ഞതാ. ആ മഹത്വമൊക്കെ എന്നും നിലനിൽക്കോടോ. നമ്മളങ്ങനെ വാശി പിടിക്കാനും പാടില്ല. ആദ്യം താൻ തന്റെ അമ്മായിയമ്മ ചത്തോന്ന് അന്വേഷിക്കും. സർ.
എന്താടി നീ കാണിക്കുന്നേ? നിന്നോട് ആര് പറഞ്ഞു ആഹാരം കഴിക്കാൻ എന്ന് ചോദിച്ചാ എനിക്കങ്ങ് വിശന്നു. ആന്റിക്ക് അറിയാലോ, വിശന്ന എനിക്കാകെ ഒരു പരവേശവാ. ഗ്യാസ് അങ്ങ് കേറുന്നേ. ഞാൻ വന്ന് നോക്കിയപ്പോ ദേ ഇതെല്ലാം കൂടി എന്നെ നോക്കി കഴിച്ചോ കഴിച്ചോന്ന് പറയുവാ. അപ്പൊ എനിക്ക് പാവം തോന്നിയിട്ട് ഇപ്പൊ എല്ലാം ശരിയായി. ഇനി ആന്റി പറഞ്ഞു. പറയാനൊന്നുമില്ല. ഇന്ന് അഖിലാന്റി വരുന്ന ദിവസം, അതിനാ ഈ ഒരുക്കങ്ങളൊക്കെ. ജയന്തി കാണിച്ചത് ശരിയായില്ല. ശരിയായില്ലേ? എന്നാ ഞാൻ ഒന്നുകൂടി കഴിച്ചു കാണിക്കട്ടെ. പോയി കൈ കഴുകിട്ട് വാടി. ഓ കല്യാണി എവിടെ? മാർക്കറ്റിൽ പോയിരിക്കാം മാഡം. ഓ അത് ശരി. നീ കണ്ടോ ഗംഗെ, അഖിലേച്ചി വരുന്നു അറിഞ്ഞിട്ട് പോലും കല്യാണി കൊച്ചമ്മ സർക്കീട്ടിന് ഇറങ്ങിയിരിക്കുക. നോക്ക് ഗംഗെ, ഇപ്പോഴേ ഇവളെയൊക്കെ നിലയ്ക്ക് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഭാവിയിൽ പണിയാവാൻ പോകുന്നത് നിനക്ക്. എന്താടി നോക്കി നിൽക്കുന്നേ? ഈ പ്ലേറ്റ് എടുത്തോണ്ട് പോയി കഴുകി വെക്ക്. ശരി മാഡം. ക്യാഷ് എടുക്കട്ടെ അരവിന്ദ്? ഏയ്, അത് ദാസേട്ടനെ ഏൽപ്പിക്കാനുള്ളതല്ലേ, അതവിടെ ഇരിക്കട്ടെ. ആദ്യം മിഷൻ സക്സസ് ആയ കാര്യം ബ്രോയെ അറിയിക്കാം. ഇന്ന് അമ്മ വരൂട് ചെയ്യുന്നോണ്ടേ ഇതാകെ ഒരു ഹാപ്പി മൂഡാ. ഹാപ്പി ഡേയ്സ് ആർ ഹിയർ അഗൈൻ. വണ്ണവാ. എന്തത് സുബണ്ണ, ഈ മിഷനൊക്കെ നമുക്ക് പിന്നീട് സക്സസ് ആക്കിയ പോരെ? ഇന്നത്തെ ഹാപ്പിനെസ്സേ അമ്മ തിരിച്ചു വരുന്നില്ലേ, അല്ലാതെ നിങ്ങളുടെ റൊമാൻസിലല്ലേ. സോറി, എക്സ്ക്യൂസ് മീ, അങ്ങോട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും, എന്നിട്ട് കൊട്ടും കൂരവയും ആളുകളില്ലേലും. ഇതുപോലേക്ക് സർപ്രൈസ്. എവിടെ? ഹലോ ബ്രോ, ഇവിടെ ഇരിക്ക. എത്തിയോ രണ്ടാള്? എന്തായി കാര്യങ്ങൾ? ഈ അരവിന്ദ് സുബ്രു ഒരു മിഷൻ ഏറ്റെടുത്താൽ അതിൽ ഫെയിലിയർ എന്നൊരു വാക്കില്ല. സക്സസ് സക്സസ് സക്സസ്. അതാണ് ഞങ്ങളുടെ മിഷൻ. നാളെ നിങ്ങൾ മറ്റൊരു മിഷൻ ഏൽപ്പിച്ചാൽ അതും ഞങ്ങളുടെ സക്സസ് ആക്കും അല്ലേ? ഏത് മിഷനും വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരേ ഒരു കോമ്പിനേഷൻ, അരവിന്ദ് സുബ്രു. അരവിന്ദ് സുബ്രു കമ്പൈൻസ് തൃച്ചബ്രു ഫാമിലി. ഞങ്ങളുടെ ഫോൺ നമ്പർ 2255. ഇതെന്താടാ ലോട്ടറി വിൽക്കുന്ന മോഹൻലാലോ? ലാലേട്ടനോട്ട് കളിക്കരുത്, അങ്ങനെ ഞങ്ങളുടെ ചങ്കും ചങ്കെടുപ്പുക. എന്താ മോനെ? നിർത്ത് മച്ചു. ആ വേന്ദ്രനെ ഞങ്ങൾ കൈയോട് പൊക്കി. ഇതുപോലെ കല്യാണം ഉറപ്പിച്ചു വെച്ച വീടുകളിൽ കയറി പാങ്ങളെ പറ്റിക്കൽ അയാളുടെ പരിപാടി. എന്നിട്ടെന്താ, കിട്ടാനുള്ളത് കിട്ടിയപ്പോ ക്യാഷ് ഒക്കെ ഇങ്ങോട്ട് തനിയെ പോന്നു. അല്ല, അതിന് വേദന ഇപ്പോഴും കയ്യിലുണ്ടല്ലേ? അല്ല മച്ചു, അഖിലേന്ത്യ ഇതുവരെ എത്തിയില്ലേ? എന്തെങ്കിലും ലേറ്റ് ആവുന്നേ? ലേറ്റ് ആവട്ടെ സുബ്രു. ഇവനെ പോലെയുള്ള സിനിമാ ഭ്രാന്തന്മാരുടെ ഭാഷയെ പറഞ്ഞ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതല്ലേ സ്റ്റൈൽ.